പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. 30ാമത്തെ നിയോഗ പ്രാർത്ഥന. ഇന്ന് ശനിയാഴ്ച നമ്മുടെ ധ്യാനത്തിൻ്റെ കയ്യൊപ്പ് പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയുടെ നല്ലൊരു ക്ലാസ്സൊക്കെയാണ്. ഇന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സൊക്കെയാണ് ഇന്ന് കൂടുതൽ ഉണ്ടാവുക. പ്രാർത്ഥിക്കണേ മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ. സ്നേഹമുള്ളവരെ, ഇന്ന് ശനിയാഴ്ച മാതാവിൻ്റെ നുവേനകളും പരിശുദ്ധ അമ്മയുടെ കൂടെ കൂടുതൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോനെ ആരാധിക്കുന്ന ദിവസമാണ് കൂടുതലായിട്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. മക്കളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ധ്യാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് ധ്യാനം കൂടി നല്ല പ്രാർത്ഥന, വേറൊന്നുമല്ല, ലോകമോഹമോ അങ്ങനെയൊന്നും ഉള്ളതല്ല. കല്യാണത്തിനൊക്കെ വളരെ വർഷങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ മാതാവിനോട് എനിക്ക് അത്ര വലിയ ഒരു താല്പര്യം വരികയോ കൊന്തയിടുകയോ അങ്ങനെയൊന്നുമില്ല. മാതാവിനോട് അങ്ങനെ പ്രത്യേക സ്നേഹമൊന്നുമില്ല. ദൈവം, രക്ഷകനായ ഈശോ, വിശുദ്ധന്മാരൊക്കെ ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കടത്ത് കടന്ന് പോവുകയാണ്. അക്കരെ തിരുത്തിപ്പുറം എന്നുള്ള സ്ഥലത്താണ് ഓർക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു മാതാവിൻ്റെ ഒരു കപ്പേലുണ്ടായി. നല്ല വെള്ളയും നീലയായിട്ടുള്ളൊരു മാതാവ്. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തോന്നി. ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയോട് പ്രാർത്ഥിച്ചു. എന്നെ ഒരു കരണ്ടടിക്കുന്ന ഒരു അനുഭവം എനിക്ക് ആ സമയത്തുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാതൊക്കെ ഓക്കെ. പക്ഷേ മാതാവിനെ അല്ലെങ്കിൽ കൊന്തയിൽ പ്രാധാന്യം കൂടുതൽ ചെല്ലുന്ന അങ്ങനെയൊന്നുമല്ല. വിശുദ്ധ കുർബാന ജവമാലയൊക്കെ ചെല്ലാറുണ്ട്, പക്ഷെ സ്പെഷ്യലായിട്ടല്ല. കൊന്ത ചെല്ലലൊക്കെ വല്ല പ്രായമായ ആൾക്കാരുടെ പ്രാർത്ഥന എന്നുള്ള തെറ്റായി ബോധ്യം, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. നല്ലൊരു കത്തോലിക്ക കുടുംബത്തിലാണ്. അമ്മയൊക്കെ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാത്ത അമ്മ. നല്ല രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത്. ഹല്ലേലൂയ. അപ്പം നല്ല കരണ്ടടിക്കുന്ന അനുഭവം. യെസ്. അവിടെ നിന്നപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണെന്ന് ഒരു കൊന്ത കഴുത്തിലൊക്കെ ഇടാല്ലേ. അങ്ങനെ ചിന്തിക്കുന്നു മക്കളെ. അങ്ങനെ നല്ലൊരു ചൈതന്യ സന്തോഷത്തൊക്കെ ആയിട്ട് അങ്ങനെ പോയി വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. കൊന്ത അങ്ങനെ വീട്ടിലിരിക്കുന്നു. ഞാൻ അങ്ങനെ അത് കിടത്ത് കഴുത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന വഴിക്കുണ്ട് ഒരുപാട് ദൈവജനങ്ങൾ വരുന്നു മാതാവിനെയും കൊണ്ട്. ലാസ്റ്റ് ലൈറ്റ് മാതാവ്, ഞങ്ങളുടെ കുറച്ചപ്പുറത്ത് ലാസ്റ്റ് ലൈറ്റ് ആശ്രമമൊക്കെ ഉണ്ട്. മാതാവിനെയും കൊണ്ട് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ അങ്ങ് പോവാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അപ്പോഴും കരണ്ടടിച്ചോ അനുഭവം. മാതാവിനെ കണ്ടപ്പോഴേക്കും ഗേറ്റിങ്ങൊക്കെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറി, അപ്പോഴും കരണ്ടടിക്കുന്ന അനുഭവം. അങ്ങനെ ഒരു അനുഗ്രഹം മാതാവിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, സമയം പോകും. നമ്മുടെ ധ്യാനത്തിന് വരുന്ന പലരുടെയും ഭവനങ്ങളിലും മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരാറുണ്ട്. ധ്യാനം കൂടാൻ വരുന്നവർ ധ്യാനം കൂടി വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതിശക്തമായ മുല്ലപ്പൂവിൻ്റെ മണം, മാതാവിൻ്റെ രക്തക്കണ്ണീര്. സ്നേഹമുള്ളവർ, നിങ്ങൾക്കറിയാമോ, നമ്മുടെ ധ്യാനത്തിന് വരുന്ന ചില അമ്മമാർക്ക് രക്തക്കണ്ണീര് വരാറുണ്ട്. അതൊക്കെ നിങ്ങൾ യൂട്യൂബിലുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട്. നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞ സാധനം കാണാനകത്ത് ഫോട്ടോസും ഉണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മുടെ ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈ 30ാമത്തെ നിയോഗ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ അടയാളം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ എഴുന്നള്ളി വരണമേ, രക്ഷകനായ യേശുവെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധ ദൈവമാതാവേ, മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ബഥേൽ മാതാവിൻ്റെ ധ്യാനം ഇതാ ഇന്ന് കൈവപ്പ് പ്രാർത്ഥന ഇതൊക്കെയാണല്ലോ. എല്ലാവർക്കും നല്ലൊരു മാനസാന്തരവും കൊടുക്കണമേ. എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ. കർത്താവ്, ഇത് കേൾക്കുന്ന സകല ദൈവമക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൊട്ട് അനുഗ്രഹിക്കണമേ. കർത്താവ്, പ്രത്യേകിച്ച് ആ 2 നിയോഗ പ്രാർത്ഥനകൾ സമർപ്പിച്ചത് എത്ര പെട്ടെന്ന് നടത്തി കൊടുക്കണമേ. കർത്താവേ, പരിശുദ്ധ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ബഥേൽ മാതാവെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ബഥേൽ മാതാവിൻ്റെ ആ കപ്പോളയുടെ പണി എത്രയും പെട്ടെന്ന് തീരട്ടെ. കർത്താവെ, ഗ്ലാസ് ഉറക്കാൻ ഒരാളെ തരണമേ. അതിൻ്റെ മേലെ ഒരു കൂര പണിയുവാൻ അതിനൊരാളെ തരണമേ. ബാക്കിയുള്ള വർക്കുകളൊക്കെ തീർത്ത് തരുന്നതിനോർത്ത് നന്ദി പറയുന്നു.
മക്കളെ, നിങ്ങളുടെ ഓരോ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ടൊന്ന് സൂചിച്ചേന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമർപ്പിക്കുന്ന ദൈവം അനുഗ്രഹിക്കണം, ദൈവം അനുഗ്രഹിക്കണം. കർത്താവേ, മലാക്കി 3 വചനം ഓരോ മക്കളിലേക്ക് വായിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കടഭാരമുള്ള മക്കളുടെ കടബാധ്യത മാറ്റണമേ കർത്താവേ. ലോണുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ ലോൺ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, സമ്പത്ത് നൽകണമേ കർത്താവേ. ആത്മീയ വളർച്ച നൽകണമേ കർത്താവേ. ദൈവമേ, ദൈവമേ, തൊഴിൽ പരാജയമുള്ളവരുടെ പരാജയം മാറ്റണമേ കർത്താവേ. തെറ്റായ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, അതൊക്കെ ദൈവികമല്ലെങ്കിൽ മാറ്റിയ നല്ലൊരു ബന്ധം കൊടുക്കണമേ കർത്താവേ. ദൈവമേ, ദൈവമേ, നല്ല ചേർന്ന ഇണയെ കൊടുക്കണമേ കർത്താവേ. ദൈവമേ, അനുഗ്രഹിക്കണമേ. വിവാഹ തടസ്സമുള്ള മക്കളുടെ വിവാഹ തടസ്സം മാറ്റണമേ കർത്താവേ. മരിച്ചുപോയ എല്ലാ ആത്മക്കളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, അവർക്ക് നിത്യശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എനിക്ക് വേണ്ടി ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ധ്യാന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു വിടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ. അവരും പ്രേക്ഷിതരായിട്ടുള്ള അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. യേശുവേ നന്ദി. കർത്താവിൻ്റെ തിരക്തം ഒഴുകട്ടെ, യേശുവിൻ്റെ തിരക്തം ഒഴുകട്ടെ. ജപമാല രാജ്ഞി പ്രാർത്ഥിക്കണമേ, യേശുവേ നന്ദി. തിരുരക്തത്താലേ കഴുകിയിടേണമേ തിരുനാഥ ഞങ്ങളെ പൂർണ്ണമായി. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ ഞങ്ങളെ പൂർണ്ണമായി. ആരാധന രാജാധിരാജന് ആരാധന രാജാധിരാജന് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.